Hello. Yes. See the question. The pulley shown in figure is made using a thin rim and two rods of length equal to diameter of the rim. ഓക്കെ, അപ്പോൾ ഇയാളെ പറ്റിയാണ് സംസാരിക്കുന്നത് കേട്ടോ. പുള്ളി ഒരു റിമ്മും വെച്ചിട്ടുണ്ട്, പിന്നെ രണ്ട് റോഡ്സും ഉണ്ട്. റോഡിന്റെ ലെങ്ത് ഡയമീറ്റർ ഓഫ് ദ റിംഗ് ആണ്. കറക്റ്റ് ആണ്, നോ പ്രോബ്ലം. ദ റിം ആൻഡ് ഈച്ച് റോഡ് ഹാവ് എ മാസ് എം. ഓക്കെ, അപ്പോൾ റിമ്മിന്റെ മാസ് എം, റോഡുകളുടെ മാസ് എം. ഓക്കെ, ഓരോ റോഡിന്റെയും മാസ് എം. Two blocks of mass capital M and small m are attached to two ends of the light string passing over the pulley. It is very much clear from the figure. Okay, which is hinged to rotate freely in vertical plane about its center. ഓക്കെ അല്ലേ, കാരണം ഇവിടെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ സ്മൂത്ത് ആയിട്ട് അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദ ആക്സലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബ്ലോക്ക് ഈസ് magnitudes of the acceleration experienced by the blocks is. ഓക്കെ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാൻ കാരണം ഇവിടെ സാധാരണ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അറ്റ്വൂഡ്സ് മെഷീനിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം എന്ന് അറിയോ, നമ്മൾ നോർമലി ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ഇത്തരം ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നോർമൽ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ മാസ്ലെസ് പുള്ളിയായിട്ടാണ് നമ്മൾ എടുക്കുക. പുള്ളിക്ക് മാസ് ഇല്ല എന്നുള്ള അസംഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്തുണ്ട്, ഇവിടെ പുള്ളിക്ക് മാസ് ഉണ്ട്. അപ്പോൾ മാസ് ഉള്ള പുള്ളിയാണെങ്കിൽ ആക്സലറേഷൻ ഇക്വേഷൻ, മാസ് ഇല്ലാത്ത പുള്ളിയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, മാസ് ഇല്ലാത്ത പുള്ളിയാണെങ്കിൽ നെറ്റ് പുള്ളിങ് ഫോഴ്സ്. അപ്പോൾ ഈ കേസിലാണെങ്കിൽ മാസ് ഇല്ലാത്ത കേസിലാണ് കേട്ടോ. അപ്പോൾ എം മൈനസ് എം ബൈ ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് കൊടുത്താൽ നമുക്ക് ആ സമയത്ത് അത് കിട്ടുമായിരുന്നു. ഫോർ മാസ്ലെസ് പുള്ളിയാണെങ്കിൽ നമുക്കിത് മതി. ഇനി മാസ് ഉള്ള പുള്ളിയാണെങ്കിൽ ഇതുപോലത്തെ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. ആ ഇക്വേഷൻ കയ്യിലുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഞാൻ രണ്ടും കാണിച്ചു തരാം. ആ ഇക്വേഷൻ റെഡിമെയ്ഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്താൽ മതി. അതേതാ ഇക്വേഷന്? അപ്പോൾ എ ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടുത്തെ ഹെവി മാസ് ആരാ നോക്കുക. അപ്പോൾ എം, ഇവിടെ ഈ കേസിൽ എം മൈനസ് സ്മോൾ എം ഇൻറ്റു ജി ഹോൾ ഡിവൈഡഡ് ബൈ നോക്കൂ, ടോട്ടൽ മാസിൽ ഇവിടെ എം പ്ലസ് എം പ്ലസ് ഐ ബൈ ആർ സ്ക്വയർ. ഐ എന്ന് പറഞ്ഞാൽ ആരാ, ഇയാളെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡിവൈഡഡ് ബൈ റേഡിയസ് സ്ക്വയർ. ഈ ഇക്വേഷനിൽ നിങ്ങൾ നേരിട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതുറപ്പാ, ഇത് നേരിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി അതല്ല, ഈ ഇക്വേഷന് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നമുക്ക് ഈ ഡയഗ്രത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കറക്റ്റ് ഇതിൻ്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിനെ ചെയ്യണം. ഇനി ഞാനത് കാണിക്കാം. അപ്പോൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടേണ്ടതാണ്. നമുക്ക് വേണമെങ്കിൽ ഫൈനലി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതർവൈസ് നമ്മൾ ഈ ക്വസ്റ്റ്യന് എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, യെസ്, നോക്കൂ, ഇവിടെ എം ജി, ഈ ക്യാപിറ്റൽ എമ്മിന് താഴോട്ട് എം ജി ഫോഴ്സ് ഉണ്ട്. മുകളിലേക്ക് ടെൻഷൻ ഉണ്ട്. മുകളിലേക്ക് ടെൻഷൻ T1 ഉണ്ട്. അതുപോലെ ഇവിടെ എം ജി ഉണ്ട്, മുകളിലേക്ക് ടെൻഷൻ ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി T2. യെസ്, അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ എന്തുകൊണ്ടാണ് T1 T2 ഡിഫറൻ്റ് ആയത്? അത് രണ്ടും ഈക്വൽ അല്ലേ, അവിടെ ഒരൊറ്റ റോപ്പല്ലേ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നാം. കാരണം മാസ്ലെസ് പുള്ളി ആകുന്ന സമയത്ത് നമ്മൾ T1ഉം T2ഉം ഇവിടെ ഈക്വൽ ആയിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ ഇത് മാസ് ഉള്ള പുള്ളിയാണെന്നുണ്ടെങ്കിൽ അയാൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ടോർക്ക് വേണം. അപ്പോൾ ആ സമയത്ത് T1 T2 ഈക്വൽ ആണെങ്കിൽ നെറ്റ് ടോർക്ക് 0 ആയിരിക്കും. മനസ്സിലായോ? നോക്കൂ, ഈ T1ഉം T2ഉം ഈക്വൽ ആണെങ്കിൽ നെറ്റ് ടോർക്ക് 0 ആണ്. നെറ്റ് ടെൻഷൻ അല്ല, നെറ്റ് ടോർക്ക് 0 ആണ്. അപ്പോൾ നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ ഇയാൾ റൊട്ടേറ്റ് ചെയ്യൂല. പക്ഷെ ഇവിടെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, വിത്തൗട്ട് സ്ലിപ്പിംഗ് ആണ്. ഇയാൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഇയാൾ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഇയാൾ റൊട്ടേഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൺഫേം ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരിക്കലും നിങ്ങൾ T1 ഈക്വൽ ടു T2 അല്ലെങ്കിൽ T എന്ന് കൊടുക്കരുത്. രണ്ടും ഡിഫറൻ്റ് ആണ്. മാസ്ലെസ് പുള്ളിയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ഇനി കുഴപ്പമില്ല. ഇനി നമുക്ക് അവിടുത്തെ ഇക്വേഷൻസ് എഴുതാം. അപ്പോൾ ഇക്വേഷൻസ്, എമ്മിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എം ജി മൈനസ് T1 ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ.
that is equal to ma, equation number 1. Similarly T2 minus mg, കാരണം അത് മുകളിലേക്ക് പോകുന്നു, assuming capital M greater than small m, equal to ma, that is ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. യെസ്, അതുപോലെ ഇനി ഇവിടെ പിടിക്കുക. അവിടെ നമുക്ക് ടോർക്കുണ്ട്. ടോർക്ക് ദെർഫോർ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ ഞാൻ കൊടുക്കാൻ പോണേ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. യെസ്, അപ്പോൾ യെസ്, ടോർക്ക് എന്ന് പറയുമ്പോൾ ടോർക്ക് ആർ ക്രോസ് എഫ് അല്ലേ? ടോർക്ക് ആർ ക്രോസ് എഫ് ആണ്. ശ്രദ്ധിക്കണേ, ഇയാള് ഇവിടെ ഓക്കെ, നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞത് T1 കാരണം ഇവിടെ താഴോട്ട് ഇതിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് താഴേക്കുള്ള T1ഉം ഇവിടെ താഴേക്കുള്ള T2ഉം. ഇയാൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് ടോർക്ക് എക്സേർട്ട് ചെയ്യുന്നത് ഈ രണ്ട് ഫോഴ്സുകളാണ് ടോർക്ക് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു, ഐ ക്യാൻ റൈറ്റ് ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു T1 മൈനസ് T2 നെറ്റ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് കണ്ടോ, പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഓക്കെ, ആൽഫയും ലീനിയർ ആക്സലറേഷൻ നമ്മൾ റിലേഷൻ നമുക്കറിയാം അല്ലേ? എ ഈസ് ഈക്വൽ ടു ആൽഫ ആർ, അല്ലെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു എ ബൈ ആർ. ദെർഫോർ യു ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഓക്കെ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഐനും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി എന്ത് ചെയ്യാൻ അറിയോ, ഐനെയും കൂടെ നമുക്ക് കണ്ടെത്തണം. ഐ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഇയാളെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒക്കെ കോമൺ ആക്സിസാണ്. അപ്പോൾ ഓരോരുത്തരുടെയും മൊമെന്റ് ഓഫ് ഇനേഷ്യ ആഡ് ചെയ്യാം. അപ്പം ഞാനത് ഇവിടെ തന്നെ കാണാനേ. ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഈസ് ഈക്വൽ ടു റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, റിം അതിന്റെ മാസ് എം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എം ആർ സ്ക്വയർ, അത് ഡൗട്ട് ഇല്ല, എം ആർ സ്ക്വയർ പ്ലസ് റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എം എൽ സ്ക്വയർ ബൈ 12 ആണ് ഒരാളത്. അപ്പോൾ രണ്ടാളത് എത്രയാണ്? നമുക്ക് ഓരോരുത്തർ എഴുതാം. എം ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 2r ആണ്. അപ്പോൾ എം എൽ സ്ക്വയർ 2r സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 2 രണ്ടാളത്, ശരിയല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ പ്ലസ് 6, ഇവിടെ എന്തായി 2ഉം ഇവിടെ 6 ആയി, ദെൻ 4ഉം 6ഉം കട്ട് ചെയ്തു. അപ്പോൾ 2/3, അപ്പോൾ 2/3 എം ആർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 2/3 പ്ലസ് 1 ഇൻറ്റു എം ആർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 എം ആർ സ്ക്വയർ. 5/3 എം ആർ സ്ക്വയർ. ഓക്കെ, 5/3 എം ആർ സ്ക്വയർ ആണ് ആരുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ? ഇയാളത്. ഇനി ഞാനത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ വാട്ട് ഐ ക്യാൻ റൈറ്റ്, ടോ ഈസ് ഈക്വൽ ടോ ഐ ആൽഫ അല്ലേ? അപ്പോൾ ഐ ആൽഫക്ക് ഞാൻ കൊടുക്കുന്നു, ഐ ആൽഫ എന്ന് പറഞ്ഞാൽ എ ഡിവൈഡഡ് ബൈ ആർ, ആദ്യം ഐനെ കൊടുക്കാം, 5/3 എം ആർ സ്ക്വയർ into alpha is a divided by r, that is equal to T1 minus T2 into r. T1 minus T2 into r. Okay, ready. ഓക്കെ, അപ്പോൾ T1 മൈനസ് T2നെ നമുക്ക് ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. T1 മൈനസ് T2 ഇവിടെ നിലവിൽ നമുക്ക് ഇവരെ ക്യാൻസൽ ചെയ്യാം. ഒരാറും നമ്മളിവിടെ കട്ട് ചെയ്തു. ദെൻ ഈ 2 ആറും കട്ട് ചെയ്തു. യെസ്, നൗ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം, 5/3 MA ഈക്വൽ ടു T1നെയും T2നെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. T1നെ നമുക്ക് ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T1 അങ്ങോട്ട് പോയാൽ mg മൈനസ് MA, അപ്പോൾ ക്യാപിറ്റൽ mg മൈനസ് ക്യാപിറ്റൽ MA മൈനസ് T2 എന്ന് പറയുമ്പോൾ mg പ്ലസ് MA ആണ്, അപ്പോൾ മൈനസ് ആണ്. അപ്പോൾ അതുകൊണ്ട് മൈനസ് mg പ്ലസ് MA സ്മോൾ m ആണ്. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ M മൈനസ് സ്മോൾ m ഇൻറ്റു g
മൈനസ് ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം ഇൻറ്റു എ. കറക്റ്റ് അല്ലേ? മൈനസ് എം എ മൈനസ് എം എ. ഓക്കെ, റെഡിയാണ്, റെഡി. ഓക്കെ, ഇനി അതിൽ എക്ക് നമ്മൾ സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടേണ്ടതാണ്. നമുക്ക് നോക്കാം. ദെർഫോർ 5/3 എം എ പ്ലസ് എം പ്ലസ് എം ഇൻറ്റു എ ദാറ്റ് ഈസ് ഈക്വൽ ടു എം മൈനസ് എം ഇൻറ്റു ജി. എം മൈനസ് എം ഇൻറ്റു ജി. യെസ്, ഇവിടെയാണല്ലോ എത്തിയത്. നൗ ദെർഫോർ നമ്മുടെ ആൻസേഴ്സിലേക്ക് നോക്കിയിട്ട് ചെയ്താൽ മതി. യെസ്, ഓക്കെ. ദെർഫോർ ഇവിടെ എനെ കോമൺ ആക്കി എടുക്കുക. എനെ കോമൺ ആക്കി എടുത്താൽ ഹിയർ വാട്ട് യു വിൽ ഗെറ്റ് 5/3 എം പ്ലസ് എം പ്ലസ് എം എം പ്ലസ് സ്മോൾ എം that is equal to m minus m into g, or a is equal to capital M minus small m into g divided by 5/3 plus 1 അല്ലേ? അങ്ങനെ ആൻസർ ഏകദേശം സിമിലർ ആൻസർ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 5/3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 8/3. യെസ്, 8/3 ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം plus a small m. Yes, answer I. This is the final answer. That is, which is option 3 is correct. Option 3 is the right answer. Option 3. Now the same answer നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കിട്ടണം. ഇവിടെ നേരിട്ട് ഈ ഇക്വേഷൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നോക്കാം. അപ്പോൾ ന്യൂമറേറ്ററിൽ മാറ്റില്ല. നോക്കൂ, ഇവിടെ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടെത്തി. ഐ എത്ര? 5/3 mr². അപ്പോൾ ഐ 5/3 mr². അപ്പോൾ ഇവിടെ 5/3 കിട്ടും. 5/3 എം കിട്ടും. അതന്നെയല്ലേ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒറ്റടിക്ക് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. കാരണം ഐ മാത്രം കണ്ടെത്തിയാൽ മതി നിങ്ങൾക്ക്. നമ്മൾ ഈ ചെയ്ത ഈ ഐ മാത്രം കണ്ടെത്തിയാൽ ഐ എത്ര? 5/3 mr². അത് നേരിട്ടോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിത്തിൻ നോ ടൈം നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും.